എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ വിക്ടറിനെ ആയിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ ഇപ്പോൾ റെയിൻഷിപ്പ് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എമർജൻസി സിറ്റുവേഷനിൽ എൻ്റെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഇതെനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ കയ്യിലേക്ക് നോക്കും. കയ്യിലാണെങ്കിൽ താങ്ങാൻ പറ്റാത്ത വേദന. അവൻ്റെ റീജനറേഷൻ പവർ അതിപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഞൊടിയിടയിൽ അവൻ്റെ മുൻപിൽ ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അവൻ അതിലൂടെ പാസ് ചെയ്തു പോയി മറ്റൊരു ഭാഗത്തേക്ക് വരും. കുറച്ചുകൂടെ മുൻപോട്ടേക്ക് നടക്കുമ്പോൾ ലാബ് പോലുള്ള എന്തോ ഒരു സെറ്റപ്പ്. അവിടെയാണെങ്കിൽ ഒരു ഡോക്ടർ. വിക്ടർ സ്ട്രെയിറ്റ് ആയിട്ട് അവിടേക്ക് വന്ന് അവിടെയുള്ള ഒരു ചെയറിൽ ഇരിക്കുകയാണ്. ആ ലാബിൽ ഒരു ഡോക്ടറുണ്ട്. ആളുടെ പേര് ആമഡോ എന്നാണ്. വിക്ടർ ആണെങ്കിൽ ആമഡോയോട് അവനെ ചെക്ക് ചെയ്യാനായിട്ട് പറയും. ആമഡോ ചെക്ക് ചെയ്യേണ്ട താമസം ആളുടെ അടുത്ത് പറയും, ആക്ച്വലി നിന്റെ റീജനറേഷൻ പവർ അതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായിരിക്കുകയാണ്. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ ജീവന് പോലും ആപത്താണെന്ന് പറയും. നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല. എത്രയും വേഗം നിന്റെ ബോഡി പാർട്സ് അതിപ്പോൾ റീപ്ലേസ് ചെയ്തേ പറ്റൂ. വിക്ടറിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ വെറും ഒരു എലിയെ പോലെ റിസർച്ച് ചെയ്യാനാണ് നീ ശ്രമിക്കുന്നത്. എനിക്കിപ്പോൾ ആവശ്യം ഇതിനൊരു സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞ് വിക്ടർ ആണെങ്കിൽ വേദനയാൽ പൊളയും. അത് രാമഡോ പറയും, എൻ്റെ കയ്യിലുള്ള ഏക സൊല്യൂഷൻ നിന്റെ ശരീരത്തിലെ പാർട്സ് അത് മാറ്റിവെക്കുക എന്നതാണ്. നിന്റെ കേഴ്സ് മാർക്ക് പവർ പോലും നിനക്ക് കുറേശ്ശെ നഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞ് ഡോക്ടർ ആണെങ്കിൽ വിക്ടറിനെ ടച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. അതിൽ കൺട്രോൾ പോയ വിക്ടർ ആണെങ്കിൽ ചാടി എഴുന്നേറ്റ്, നിനക്ക് എന്തെങ്കിലും ലക്ഷ്യം നിന്റെ ലൈഫിലുണ്ടോ? എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. എൻ്റെ ലക്ഷ്യം അതെനിക്ക് പൂർത്തീകരിച്ചേ പറ്റൂന്ന് പറഞ്ഞ് ഇൻസൈഡേഴ്സ് എന്ന് പറയും. ആക്ച്വലി ഇൻസൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി അകത്ത് വർക്ക് ചെയ്യുന്നവർ എന്നാണ് അർത്ഥം. ഔട്ട്സൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി പുറത്ത് വർക്ക് ചെയ്യുന്നവരെന്നും. വിക്ടർ ലാസ്റ്റ് ടൈം ഉണ്ടായ ഫൈറ്റിനെ കുറിച്ച് അവൻ്റെ അടുത്ത് പറയും. ആക്ച്വലി ഞാൻ മരണം മുഖാമുഖം കണ്ട നിമിഷങ്ങളായിരുന്നു. ജസ്റ്റ് മിസ്സിനാണ് ഞാൻ രക്ഷപ്പെട്ട് ഇവിടേക്ക് എത്തിയത്. സത്യത്തിൽ കാറയുടെ മെമ്പർ ആയിരുന്നപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം തന്നെ നഷ്ടപ്പെട്ടു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം ഉപയോഗിച്ചാണ് ഞാൻ അവനോടൊപ്പം നിന്നത്. പക്ഷേ അതിൽ നിന്ന് ഒരു റിട്ടേൺ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ആ വെസൽ അതെപ്പോഴായിരിക്കും ഇവിടുന്ന് പോവുക? ഉടനെ ഡോക്ടർ ആണെങ്കിൽ അല്പനേരം ചിന്തിക്കും. അതിനെക്കുറിച്ച് എനിക്കും അറിയില്ല. ഞാനും അതിനുവേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് ഡോക്ടർ പറയും. അടുത്ത നിമിഷം വിക്ടർ ആണെങ്കിൽ തീരെ വയ്യാതെ പെയിൻ കൂടി താഴേക്ക് വീഴും. അവൻ അൺകോൺഷ്യസ് ആവുന്നത് കണ്ട ഡോക്ടർ ആണെങ്കിൽ ആൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും. സമയം കഴിഞ്ഞ് ഡോക്ടർ ആളെ ചെക്ക് ചെയ്യും. ഇപ്പോൾ ആള് നോർമലാണ്. ആവൂ വിക്ടർ, വളരെ ബുദ്ധിമുട്ടിയാണ് ഞാനിപ്പോൾ നിന്റെ ജീവൻ തിരികെ പിടിച്ചത്. ഇനിയും ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് നിന്റെ ജീവൻ എന്നേക്കുമായി നഷ്ടമാവും. അവനങ്ങനെ വിക്ടറിനടുത്ത് സംസാരിക്കുമ്പോഴായിരിക്കും മറ്റേതോ ഒരു ലേഡി ഇപ്പോൾ ആ ഡോക്ടറെ വിളിക്കുക. ഡോക്ടറാണെങ്കിൽ കടന്നു പോകേണ്ട താമസം ഇപ്പോൾ വിക്ടർ അവൻ ചാടി എഴുന്നേറ്റ് ആയിട്ട് അങ്ങനെ ചുറ്റും നോക്കുകയാണ്. ആക്ച്വലി ഇതെല്ലാം തന്നെ വിക്ടറിന്റെ ഡ്രാമയാണ്. ഒരു മെഡിസിൻ കഴിച്ച് അവൻ കാണുന്ന അഭിനയിക്കുകയായിരുന്നു. ഉടനെ അവനാണെങ്കിൽ ഇപ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ഇൻസെക്റ്റ്, ഒരു പ്രാണിയെ, അതിനെ അങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് കടത്തിവിടും. അതിൻ്റെ ബോഡിയിൽ ക്യാമറയുണ്ട്. അതുപയോഗിച്ച് സീക്രട്ട് വെസൽസിൻ്റെ എല്ലാം ഫോട്ടോ അതെടുക്കും. പിന്നീട് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ചില ഇൻഫർമേഷൻ അത് പെൻഡ്രൈവ് ഉപയോഗിച്ച് അത് കോപ്പി ചെയ്യാനായിട്ട് തുടങ്ങും. വിക്ടർ ആണെങ്കിൽ പല്ല് കടിച്ച് ദേഷ്യപ്പെട്ടു പറയും, ജീഗൺ, ഒരു കാരണവശാലും നിന്റെയും അത് നടക്കാൻ പോകുന്നില്ല. അതിനു മുൻപ് ആ വെസല് അത് ഞാൻ സ്വന്തമാക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഡോക്ടർ ആണെങ്കിൽ ആ ലേഡിയുടെ അടുത്തേക്ക് വരികയാണ്. ആ ലേഡി അവൾ വലിയൊരു പില്ലറൊക്കെ തകർത്തിട്ട് ഇപ്പൊ ഡോക്ടറിനോട് പറയും, എൻ്റെ ലെഫ്റ്റ് കാലിന് സ്വാധീനം കുറവാണ്, എത്രയും വേഗം അത് ട്രീറ്റ് ചെയ്ത് റെഡിയാക്കണം. ഡോക്ടർ ഇപ്പൊ പതിയെ അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് തുടങ്ങും. അവൾ ചോദിക്കും, ആ വിക്ടർ ആളെന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേ? അതിന് ഡോക്ടർ, വിക്ടർ വളരെ വീക്കാണ്, ആൾ ട്രീറ്റ്മെന്റ് എടുക്കാനാണ് ഇവിടേക്ക് വന്നത്. അതിന് അവൾ ദേഷ്യപ്പെട്ടു പറയും, എനിക്ക് അവനെയും ആ ഡീപ്പയെയും രണ്ടുപേരെയും എനിക്ക് ഇഷ്ടമല്ല. ഡീപ്പ ആണെങ്കിൽ എൻ്റെ കൈകൊണ്ട് മരിക്കണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ അതിനു മുൻപേ അവന്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അവിടുന്ന് കടന്നു പോകും. അടുത്ത നിമിഷം ജീഗന്റെ ഒരു ഇൻസെക്ട് അവിടേക്ക് വന്ന് ഡോക്ടറിനെ ജീഗന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് വിക്ടർ അവന്റെ പ്രാണിയൊക്കെ ഉപയോഗിച്ച് ഏകദേശം ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു. വിക്ടർ കളക്ട് ചെയ്ത ഡാറ്റാസ് അത് ചെക്ക് ചെയ്യും. ഓൾറെഡി ആ ഒരു വെസലാണെങ്കിൽ സെക്ടർ 3യിലേക്ക് പോയിരിക്കുകയാണ്. എൻ്റെ അടുത്ത റിസർച്ച് അത് ഏകദേശം തുടങ്ങാൻ സമയമായെന്ന് പറഞ്ഞ് അവൻ കാര്യമായിട്ട് എന്തൊക്കെയോ കാൽക്കുലേറ്റ് ചെയ്യും. അതേസമയം ഡോക്ടർ ആണെങ്കിൽ ജീഗന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ജീഗൻ ആണെങ്കിൽ ഡോക്ടറിനോട് ചോദിക്കും, നമ്മുടെ വെസൽ അത് ഫേസ് 3യിലേക്ക് പോയി അല്ലേ? എന്തുകൊണ്ട് നീ ആ കാര്യം എന്നെ അപ്ഡേറ്റ് ചെയ്തില്ല? ഡോക്ടർ ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. ആക്ച്വലി അതെനിക്ക് കൺഫേം ആയിട്ടില്ലായിരുന്നു. തെറ്റായ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പാടില്ല എന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത്. ജീഗൻ ആണെങ്കിൽ തീർത്തു പറയും, ഇനി ഒന്നുകൊണ്ടും
കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. എത്രയും വേഗം ഞാൻ പറയുന്ന ഫേസിലേക്ക് അത് കൊണ്ടുപോകണം. ആ വെസൽ അവിടെ വെച്ച് നമ്മുടെ ഇത്രയും കാലത്തെ ആഗ്രഹമായിരുന്ന എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി വെറുതെ വെയിറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. എത്രയും വേഗം റിസ്ക് എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയും. ഡോക്ടറാണെങ്കിൽ അല്പനേരം കൺഫ്യൂസ്ഡ് ആയിട്ട് എന്തൊക്കെയോ ചിന്തിക്കും. അതിനുശേഷം അവനും ഓക്കെ പറയാണ്. കറക്റ്റ് സമയം ഇപ്പോ വിക്ടർ അവിടേക്ക് കടന്നു വരും. ഐ എം സോറി, നിങ്ങളുടെ സംസാരത്തിനിടയിൽ ഇന്ററപ്റ്റ് ചെയ്തതിൽ ദയവായി എന്നോട് ക്ഷമിക്കണം. ആമടാ, താങ്ക് യു സോ മച്ച്. ആക്ച്വലി നിന്റെ ട്രീറ്റ്മെന്റ് വളരെ വേഗം എന്നെ ക്യൂർ ആക്കി. ഞാനിപ്പോ ഓക്കെയാണ്. സത്യത്തിൽ എന്നോട് യാത്ര പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ട് കഴിഞ്ഞു. ആ ഒരു വെസൽ അത് ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. എൻ്റെ കയ്യിൽ ഒരു എയർഷിപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്കത് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയും. ആ എയർഷിപ്പ് നിങ്ങൾ കരുതും പോലെയല്ല, വളരെ സെക്യൂർഡാണ്. ആർക്കും തന്നെ അതിനെ കണ്ടെത്താനാവില്ല. ഇൻവിസിബിൾ ആവാനും വളരെ സ്പീഡിൽ സഞ്ചരിക്കാനും അതിന് കഴിവുണ്ട്. ഇങ്ങനെ ഒരു ഘട്ടം വരുമെന്ന് എനിക്ക് വളരെ മുൻപ് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എയർഷിപ്പ് ഞാൻ റെഡിയാക്കി വെച്ചത്. ഇപ്പൊ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാം. അത് കേട്ട് അവർ രണ്ടുപേരും കൺഫ്യൂസ്ഡ് ആയി ഫേസ് ടു ഫേസ് നോക്കും. കാരണം അവർക്ക് എന്തൊക്കെയോ ചില സംശയം വിക്ടറിനെ കുറിച്ച് ഇപ്പൊ തോന്നുകയാണ്. ഉടനെ ജീഗനാണെങ്കിൽ അതിന് ഓക്കെ പറയും. പക്ഷെ ഡോക്ടർ ചില നിബന്ധനകൾ വിക്ടറിന്റെ മുൻപിലേക്ക് വെക്കുകയാണ്. ഞങ്ങൾക്ക് ചില നിബന്ധനകളുണ്ട്. നിന്റെ എയർഷിപ്പ് ഞങ്ങൾ ഉപയോഗിക്കും, പക്ഷേ അതിൽ നീ ഉണ്ടാവാനായിട്ട് പാടില്ല. വെസൽ അതിലേക്ക് കയറ്റുമ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും നീ ഉണ്ടാവാൻ പാടില്ല. വിക്ടർ ആണെങ്കിൽ അത് കേട്ടൊന്ന് ഞെട്ടും. പക്ഷേ കൂടുതൽ ആലോചിച്ച് നിൽക്കാതെ അതിന് ഓക്കെ പറയും. നിങ്ങളുടെ കണ്ടീഷൻസ് എനിക്ക് ഓക്കെയാണ്. എത്രയും വേഗം ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വിക്ടർ അവിടുന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്താ ഇപ്പൊ ലീഫ് വില്ലേജ് കാണിക്കും. നാറൂട്ടോ ആണെങ്കിൽ ടീം 7നെ അവിടേക്ക് വിളിക്കുകയാണ്. അതായത് നമ്മുടെ ബൊറൂട്ടോ ആണ് ടീമിനെ. ലാസ്റ്റ് ടൈം അവർ ചെയ്ത മിഷൻ അത് വളരെ നല്ലതാണ്. അത് അവരുടെ സഹായത്താലാണ് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. സോ അവർക്ക് എല്ലാവർക്കും ഗിഫ്റ്റായി ഓരോ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ബൊറൂട്ടോ ആണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, ഇനിയും വളരെ വലിയ മിഷൻസ് അതാണ് ഞങ്ങൾക്ക് ആവശ്യം. ഷിക്കമരുവും നാറൂട്ടോയും അവർ രണ്ടുപേരും ഷോക്കായി ഫേസ് ടു ഫേസ് നോക്കും. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ കൈ കാണിച്ചു കൊടുക്കും. എന്റെ കയ്യിലെ പരിക്ക് അത് പൂർണ്ണമായിട്ടും ഹീലായതിനു ശേഷം എനിക്ക് എൻ്റെ പപ്പയുമായിട്ട് ഒന്ന് ഫൈറ്റ് ചെയ്യണം. നമുക്കിടയിൽ ഒരു മത്സരം വേണമെന്ന് പറഞ്ഞ് അവൻ ചിരിക്കും. അത് കേട്ട് ഷിക്കമരുവും ഷിക്കടയും നാറൂട്ടോയും എല്ലാവരും ചിരിക്കുകയാണ്. നാറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ആ ഒരു കോമ്പറ്റീഷന് ഓക്കെ പറയാണ്. കട്ട് ചെയ്താ ഇവിടെ ഡോക്ടർ ആളാണെങ്കിൽ ആ ഒരു എയർഷിപ്പ് അത് കാര്യമായിട്ട് പരിശോധിക്കും. അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വെസല് അതിപ്പോ ആ എയർഷിപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്. അവർ പറഞ്ഞതുപോലെ വിക്ടറിനെ മാറ്റി നിർത്തിയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അവർ ചെയ്യുക. ജീനാണെങ്കിൽ ആ വെസലാണെങ്കിൽ ആ എയർഷിപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്. അതേസമയം ആ ലേഡി അവള് പറയും, സത്യത്തില് ഇതൊരു നല്ല ഐഡിയ തന്നെയാണ്, പക്ഷെ ഒരു കാരണവശാലും ആ വിക്ടറിനെ അവനെ നിങ്ങൾ വിശ്വസിക്കാനായിട്ട് പാടില്ല. എപ്പോൾ വേണമെങ്കിലും അവൻ ചതിക്കാം. അല്പസമയം കഴിഞ്ഞ് ആ എയർഷിപ്പ് അതാണെങ്കിൽ വെസലുമായി പറന്നു പോവാണ്. നല്ല ഫോഴ്സിൽ മുൻപോട്ടേക്ക് പറന്ന് ലീഫ് വില്ലേജിനെ ക്രോസ് ചെയ്ത് പോകും. അതിപ്പോ പതിയെ ഇൻവിസിബിൾ ആവുകയാണ്. അതേസമയം ഇവിടെ ബൊറൂട്ടോ അവന്റെ കയ്യിലേക്ക് നോക്കി ലാസ്റ്റ് ടൈം ആ ബീസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്ത ആ രംഗം ആലോചിക്കുകയാണ്. ആ ബീസ്റ്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പൊ അവന്റെ മനസ്സിലേക്ക് വരും. കട്ട് ചെയ്ത ഇപ്പൊ വിക്ടറിനെ കാണിക്കും. അവനാണെങ്കിൽ വേറെ ഏതോ ഒരു ഭാഗത്ത് നിന്ന് ഒരു ഡിവൈസ് ഉപയോഗിച്ച് ആ എയർഷിപ്പ് കൺട്രോൾ ചെയ്യാണ്. അതെന്റെ എയർഷിപ്പാണ്, അതിനെ കൺട്രോൾ ചെയ്യാൻ എന്നെ കൊണ്ട് ഈസി ആയിട്ട് കഴിയും. ആ വെസല് അത് ഞാൻ തന്നെ സ്വന്താക്കുമെന്ന് പറഞ്ഞ് അവൻ അതിനെ ഡൈവേർട്ട് ചെയ്യും. അവൻ അതിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്നൊരു അലാം പുറത്തേക്ക് വരികയാണ്. ആ എയർഷിപ്പിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് തകരുന്നതായി അവൻ ഇൻഡിക്കേഷൻ ലഭിക്കും. അതിപ്പോ പതിയെ മുഴുവനായിട്ടും തകരാൻ തുടങ്ങും. ാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. എന്തുപറ്റി എന്റെ പ്ലാൻ അതെങ്ങനെയെങ്കിലും ലീക്കായി കാണുമെന്ന് ചിന്തിച്ച് അവൻ ആ ഡിവൈസിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ തിരുത്താനും കറക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ജീകനെ കാണിക്കും. അവനങ്ങനെ എന്തൊക്കെയോ കാൽക്കുലേറ്റ് ചെയ്ത് ഹായായിട്ട് ഇരിക്കുന്നതോട് കൂടെ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.